മകളുടെ ഭർത്താവിലെ എന്നും താമസിച്ച വരുന്നത്, ചില സമയത്ത് പാതിരാത്രിയാകും. അതിന് അമ്മായിമ്മയ്ക്ക് എന്താ എന്ന് നിങ്ങൾ ഓർക്കും. എന്നാലും നമുക്ക് ജഷീലയുടെ മേൽ നിന്ന് കേൾക്കാം. മാഡം, എൻ്റെ പേര് ജഷീല. എൻ്റെ യഥാർത്ഥ പേരല്ല. എനിക്ക് 42 വയസ്സുണ്ട്. വിവാഹിതയാണ്. 2 കുട്ടികളുമുണ്ട്. മകൻ നഴ്സിങ്ങിന് പഠിക്കുന്നു. മകൾ മൂത്തവളാണ്. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സാണ്. 2-3 കടകളുണ്ട് പല സ്ഥലത്തായി. അദ്ദേഹം അതിൻ്റെ പേരിൽ ബിസി ആയിരിക്കും. ചില ദിവസങ്ങളൊന്നും ഇവിടെ കാണുകയില്ല. അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ നാൾ തൊട്ടേ അങ്ങനെയാണ്. ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. നല്ല സ്നേഹമാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇക്ക നന്നായി നോക്കി നടത്തുന്ന ആളാണ്. എനിക്കെൻ്റെ ഭർത്താവിനെ പറ്റി ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചതും. എന്നോടും നല്ല അടുപ്പമാണ്. ഇപ്പോഴും ഞങ്ങൾ ഇണക്കുരുവികളെപ്പോലെ തന്നെയാണ്. ബിസിനസ് നന്നായി മെച്ചപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീട്ടിൽ വരാറുള്ളൂ. അത്രേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നവും പറയാനില്ല. എൻ്റെ മകനേക്കാൾ മകളെയാണ് അദ്ദേഹം ഒത്തിരി കൊഞ്ചിച്ച് വളർത്തിയത്. ആവശ്യമില്ലാത്ത ചെല്ലം കൊടുത്ത് വളർത്തി. ഇഷ്ടം പോലെ പണവും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സുന്ദരിയാണ്. അണിഞ്ഞൊരുങ്ങി നടക്കാനാണ് താല്പര്യം. ഡിഗ്രി വരെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം കല്യാണം കഴിപ്പിച്ച് വിടട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് സന്തോഷം, സമ്മതം. പക്ഷേ 40 ചെക്കന്മാരാണ് കാണാൻ വന്നത്. 41ാമത്തെ ആളെയാണ് അവൾ തിരഞ്ഞെടുത്തത്. ബാക്കി ആരെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ മനസ്സിൽ സിനിമാ നടനെ പോലെ ഇരിക്കുന്ന ഒരാൾ വേണം. അങ്ങനെ അവളുടെ ബാപ്പ അവൾക്ക് വേണ്ടി 40 അല്ല 40,000 കൊണ്ടുവരാനും തയ്യാറായിരുന്നു. അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞു. പിന്നെ ഒരു ഡിമാൻഡും എൻ്റെ ഹസ്ബൻഡ് നോക്കിയില്ല. അവളുടെ കല്യാണം നല്ല സൂപ്പറായിട്ട് നടത്തിക്കൊടുത്തു. ഇവിടെ നിന്ന് ഏകദേശം 1/2 മണിക്കൂർ യാത്രയുണ്ട് മരുമകൻ്റെ വീട്ടിലേക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എനിക്ക് കാർ ഓടിക്കാനൊക്കെ അറിയാം. പക്ഷേ മിക്കവാറും ഞാൻ ഓടിക്കാറില്ല. അതിന് കാരണം എന്തോ ഒരു ഉൾഭയം എപ്പോഴും ഉണ്ട്. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ. മരുമകൻ IT ഫീൽഡിലാണ്. കുറേ യാത്രകളുള്ള ജോബൊക്കെയാണ്. അതിനൊന്നും എൻ്റെ മകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞ് ഒരു 7-8 മാസം യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മാഡം. അത് കഴിഞ്ഞപ്പോഴേക്കും മകൾ എന്നോട് വിളിച്ച് പറയാൻ തുടങ്ങി. ഞാൻ ബാപ്പയോട് പറയില്ല, ഉമ്മയോടൊരു കാര്യം പറയാം. ഭയങ്കര കുടിയനാണ്. ഞാൻ പറഞ്ഞു, അവൻ മദ്യപിക്കുന്ന സ്വഭാവമൊന്നും അല്ലല്ലോ, നല്ല സ്വഭാവമാണെന്നാണല്ലോ എല്ലാവരും പറഞ്ഞത്. ഉമ്മ സ്വഭാവത്തിന് വലിയ മോശമൊന്നുമില്ല. പക്ഷേ വരുന്നതിപ്പോൾ താമസിച്ചാണ്. എൻ്റെ അമ്മായിമ്മയുടെ കാര്യം അറിയാലോ. വേറെ 2 പെൺമക്കളുണ്ട്. അവരുടെ വീട്ടിലാണ്. മിക്ക ദിവസങ്ങളിലും ഞാൻ ഇവിടെ തനിച്ചാണ്. ഇക്ക താമസിച്ചാണ് വരുന്നതെന്ന് ഉമ്മയോട് പറയാമെങ്കിൽ എൻ്റെ അമ്മായിമ്മ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവൻ എപ്പോഴാണ് വരുന്നത് പോകുന്നതെന്നൊക്കെ നീ നിയന്ത്രിക്കുക. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? എൻ്റെ 2 പെൺമക്കളുടെയും ഭർത്താക്കന്മാർ ഗൾഫിലാണ്. അവർക്ക് ഞാൻ ഒന്ന് സംരക്ഷണം നൽകട്ടെ. നിനക്കെന്താ? നീ നല്ല പഠിച്ചവളല്ലേ? അവൾമാർക്ക് 2 പേർക്ക് വലിയ വിദ്യാഭ്യാസം പോലുമില്ല എന്ന് പറഞ്ഞാണ് ഉമ്മ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അവൻ എല്ലാ ദിവസവും താമസിക്കൂടി. എന്താ അവൻ ഇത്ര വലിയ ഡ്യൂട്ടി? നൈറ്റ് ഡ്യൂട്ടി എന്നുള്ള ജോലിയല്ലല്ലോ. അമ്മ IT ഫീൽഡിലാണെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്ത ജോലിയാണെന്നല്ലേ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് ഇടയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, പാർട്ടിയുണ്ട് എന്നൊക്കെ പറയുകയാണ്. എനിക്കിതൊക്കെ കേട്ടിട്ട് എന്തോ വലിയ പ്രശ്നം പോലെ തോന്നുന്നു. കാര്യം ആദ്യം പറഞ്ഞ വിവരങ്ങളല്ല ഇപ്പോൾ പറയുന്നത്. പിന്നെ നന്നായി മദ്യപിക്കുന്നുണ്ട്. വല്ല ഉപദ്രവമോ തെറിവിളിയോ ഉണ്ടോടി? അങ്ങനെയൊന്നുമില്ലുമാ. എന്നാലും ഞാൻ പറയുകയാണ്, ഭർത്താവ് ഇങ്ങനെയാകുമ്പോൾ സ്നേഹം എത്ര പ്രകടിപ്പിച്ചാലും നമുക്ക് ഒരു ഇഷ്ടക്കേട് തോന്നില്ലേ? ആ ഇഷ്ടക്കേട് എനിക്ക് ആദ്യമേ തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. എടി, നീ കണ്ടുപിടിച്ചതല്ലേ അവനെ? സിനിമാ നടനെ പോലെ സുന്ദരനാണെങ്കിലേ നിനക്ക് പറ്റുകയുള്ളൂ. വേറെ എത്ര നല്ല ചെക്കന്മാർ വന്നതാണ്, നിനക്ക് പറ്റില്ല. ഇവനെ കണ്ടപ്പോഴേക്കും നീ അങ്ങ് ചാടി വീണ് ബാപ്പയോട് പറഞ്ഞു, എനിക്ക് ഈ ചെക്കനെ മാത്രം മതിയെന്ന്. നീ തന്നെ കണ്ടെത്തിയനല്ലേ? അപ്പം അവൻ്റെ സ്വഭാവം നീ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ നീ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൾ കരയാൻ തുടങ്ങി. പാവം ചെല്ലക്കുട്ടി. വലിയ പ്രശ്നമാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യടി, ബാപ്പയോട് അങ്ങ് പറയാം. അല്ലെങ്കിൽ നീ പറ. അത് വേണ്ടുമ്മ. ബാപ്പയ്ക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമാകും. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം ചെയ്യേ, ഇടയ്ക്കിടയ്ക്ക് അവരില്ലാത്ത ദിവസങ്ങളിൽ ഉമ്മ വന്ന് എൻ്റെ കൂടെ നിൽക്കുക. 1/2 മണിക്കൂറല്ലേ ഉള്ളൂ. കാർ എടുത്ത് വന്നാൽ മതി. എടി, അതിന് നിൻ്റെ ബാപ്പ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണില്ലേ? പിന്നെ ചെക്കൻ ഇവിടില്ലേ? അവൻ്റെ കാര്യം ഞാൻ നോക്കട്ടെ. അതിന് അവനെ വിളിച്ചോണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് നേഴ്സിങ്ങിൻ്റെ അഡ്മിഷനൊക്കെ ശരിയായത്. അപ്പോഴേക്കും അവനങ്ങ് പോവുകയും ചെയ്തു. ഞാൻ ഫ്രീ ആണ്. അപ്പം മകളിനോട് പറഞ്ഞു, ഉമ്മ ഒരു കാര്യം ചെയ്യേ, ബാപ്പ ഇല്ലാത്ത ദിവസങ്ങളിലും ഇവിടുത്തെ അമ്മായിമ്മ ഇല്ലാത്ത ദിവസങ്ങളിലും ഉമ്മ വന്ന് എനിക്ക് കൂട്ടു നിൽക്കെന്ന് പറഞ്ഞു. ബാപ്പയോട് പറഞ്ഞു വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. എങ്കിലും മോളുടെ അടുത്ത് ഞാൻ പോകുമെന്ന് പറഞ്ഞു.
പൊയ്ക്കോളാൻ ഹസ്ബൻഡും പറഞ്ഞു. അങ്ങനെയാണ് മോൾക്ക് കൂട്ടിന് വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയത്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പോകേണ്ടി വരും. എൻ്റെ മകൾ എന്നോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞത് മരുമകൻ അറിയില്ലല്ലോ. അതുകൊണ്ട് മരുമകൻ നല്ല കുട്ടിയായി ഞാൻ ചെല്ലുമ്പോൾ മിക്കവാറും 10 മണിയാകുമ്പോഴേക്കും വരും. ഞാനുണ്ടോ എന്ന് എൻ്റെ മോളോട് വിളിച്ചു ചോദിക്കും. അപ്പോൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവൻ നേരത്തെ വരും. അപ്പോൾ അവന് പാർട്ടിയുമില്ല, ഒന്നുമില്ല. എൻ്റെ മകളൊരു കള്ളത്തരം പറയുകയല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. കാര്യം മദ്യമൊന്നും മണക്കുന്നില്ല, ഒരു പ്രശ്നവുമില്ല, നല്ല കൂളായിട്ട് വരുന്നു, അവളോട് സ്നേഹമായി പെരുമാറുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. രാവിലെയാണ് പിന്നെ കാണുന്നത്. ചേടാ, ഇവള് പറഞ്ഞത് കറക്റ്റ് അല്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. എടി, അമിതമായ ഭർത്താവിനെ സ്നേഹിച്ചു കഴിഞ്ഞിട്ട് അവനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവൻ എൻ്റെ നല്ല സ്നേഹമുള്ളവനാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഉമ്മ ഞാൻ ഒരു കാര്യം പറയാം, ഇനി ഞാൻ പറയില്ല. ഉമ്മ ഉള്ള ദിവസങ്ങളിൽ ഞാൻ തനിയുള്ളൂ, ഉമ്മ വരുന്നില്ല എന്ന് പറയാം. അന്ന് എപ്പോഴാണ് വരുന്നതെന്ന് ഉമ്മ ഒന്ന് നോക്കാൻ പറഞ്ഞു. ആ ശരിടി, നീ പറഞ്ഞതിൻ്റെ സത്യം എനിക്കൊന്നറിയണമല്ലോ എന്ന് പറഞ്ഞ് അടുത്ത വട്ടം അവനെ അറിയിക്കാതെയാണ് ഞാൻ ചെന്നത്. അവൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് എൻ്റെ അമ്മായിമ്മയുമില്ല, അമ്മയും വരില്ല, അമ്മ ബാംഗ്ലൂരിൽ പോയിക്കുകയാണ് എൻ്റെ അനിയനെ കാണാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവൾ പറഞ്ഞത്. അന്ന് ഞാൻ ചെന്നു മാഡം. അന്ന് 10 മണിയായപ്പോൾ അവനെ കണ്ടില്ല, 11 മണിയായപ്പോൾ അവനെ കണ്ടില്ല, 12 മണിയായിട്ടും വന്നില്ല. ഞാൻ പറഞ്ഞിട്ട് വിളിക്കാമെന്ന്. അവൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 12:30 ആയപ്പോഴാണ് വന്നത്. മുറ്റത്ത് കാറിൻ്റെ ഒരു വെട്ടം കണ്ടു. എൻ്റെ മകൾ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അവളോട് സ്നേഹക്കുറവൊന്നുമില്ലെങ്കിലും ഇവൻ ഇത്തിരി വഷളനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ റൂമിലിരുന്നോ, ഞാൻ പോയി കഥക് തുറക്കാം, അതായിരിക്കും നല്ലത്. എന്നിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ആ ചെയ്യുമ്മ പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ റൂമിൽ തന്നെ ഇരുന്നു. അങ്ങനെ കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി തുറന്നു. എന്നെ കണ്ട് മരുമകൻ ഞെട്ടി. ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഉമ്മ എപ്പോൾ വന്നു? ഞാൻ വന്നിട്ട് കുറേ വർഷമായി. എടാ മോനെ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? 12:30 സമയം. ഒരു പെണ്ണ് തനിയെ വീട്ടിലിരിക്കുകയാണ്, സിറ്റിയൊക്കെയാണ്, അടുത്ത ആൾക്കാരുമുണ്ട്, എല്ലാം ഓക്കെ. നിൻ്റെ അമ്മയോ അത് മനസ്സിലാക്കിയോടെ നിൽക്കുന്നില്ല. അവരുടെ മക്കൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി അവർ മാറി മാറി പോകുന്നു. എൻ്റെ മകൾ ഇവിടെ തനിച്ചാണ്. എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവൾ തനിച്ചൊന്നും ജീവിച്ചിട്ടുള്ളൊരു പെൺകുട്ടിയല്ല. നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പോയിട്ട് ഇത്രയും വൈകി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതുമ്മ, ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മന്ത്ലി മീറ്റിംഗ്, ഞങ്ങളുടെ ഓഫീസിൻ്റെ മന്ത്ലി മീറ്റിംഗ് മാസത്തിലൊരു ദിവസം ഉണ്ടാകും. അന്ന് ഞാനിങ്ങനെ താമസിക്കും. അത് അവളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഉമ്മ ബാംഗ്ലൂരിൽ പോയെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ബാംഗ്ലൂരിൽ പോയില്ല. നിൻ്റെ കളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. എൻ്റെ മോൾ എന്നോട് എല്ലാം പറഞ്ഞു. നിൻ്റെ ഉമ്മയോ ഞാനിവിടെ ഇല്ലെങ്കിൽ നീ എപ്പോഴെങ്കിലുമാണ് വരിക. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളിലേ ആയിട്ടുള്ളൂ. ഇതിനാണോ നീ കല്യാണം കഴിച്ചത്? ഇഷ്ടമുള്ളൊരു ഭാര്യയുടെ അടുത്ത് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എൻ്റെ ഭർത്താവ് ഇപ്പോഴും 2 ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്, പുള്ളിക്കാരൻ ടെൻഷനാണ്. എന്നെ 24 മണിക്കൂർ വിളിച്ചിട്ട് അന്വേഷിക്കും. ഞാൻ തന്നെ അവിടെ ഇരുന്നാൽ പുള്ളിക്ക് ടെൻഷനാണ്. കുടിച്ച് കൂത്താടി നടക്കാൻ വേണ്ടിയിട്ടായിരുന്നോ നീ കല്യാണം കഴിച്ചത്? അങ്ങനെയാണെങ്കിൽ വിവാഹത്തിൻ്റെ ആവശ്യം എന്താണ്? എൻ്റെ മോളോട് ഇങ്ങനെ പെരുമാറിയെന്ന് അവളുടെ ബാപ്പ അറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം തന്നെ അവളെ വിളിച്ചോണ്ട് വീട്ടിൽ പോകും. നിനക്ക് നിൻ്റെ ഭാര്യയോട് യാതൊരു താല്പര്യമില്ലെന്ന് തോന്നുന്നു. സത്യം പറ, നിനക്ക് വേറെ വല്ല പെണ്ണുങ്ങളുമായി എന്തെങ്കിലും ഇടപാടുണ്ടോ? എൻ്റെ മോളെ നീ വഴിയാധാരമാക്കുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഉമ്മ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. ഞങ്ങളുടെ ഫീൽഡിൽ ഇതുപോലേക്കുള്ള പാർട്ടികൾ മിക്കവാറും ദിവസങ്ങൾ നടക്കും. അതൊന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ബിസിനസ്സും പാർട്ടികളും ഒക്കെ ഇഴചേർന്ന് നിൽക്കുന്നല്ലേ. ഉമ്മ എന്നെ മനസ്സിലാക്കുക. ഗ്രാമപ്രദേശത്തെ കൾച്ചറല്ല നഗരത്തിൽ. ഞാൻ പറയും നഗരത്തിനെക്കുറിച്ച് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട. എൻ്റെ ഭർത്താവ് നല്ലൊരു ബിസിനസ്സുകാരൻ തന്നെയാണ്. അതുകൊണ്ട് ഇതൊക്കെ എനിക്കറിയാം. എൻ്റെ ഭർത്താവ് കുടിച്ചു കൂത്താടി നടക്കുന്നില്ലല്ലോ. ഇഷ്ടംപോലെ വലിയ വലിയ ആൾക്കാരെ പുള്ളിക്കാരന് പരിചയമുണ്ട്. അതുകൊണ്ട് നീ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. എൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മരുമകൻ പകച്ചു നിൽക്കുകയാണ്. എൻ്റെ യഥാർത്ഥ മുഖം അവൻ കണ്ടിട്ടില്ലല്ലോ. പുതിയ മുഖവുമായി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അവൻ അകത്തേക്ക് കയറാൻ ഞാൻ സമ്മതിച്ചില്ല. സിറ്റൗട്ടിൽ വാതിലിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യലെല്ലാം. മകൾ ഇറങ്ങി വന്നതേയില്ല. ഞാൻ കണക്കറ്റ് ശകാരിക്കട്ടെ എന്ന് അവൾ വിചാരിച്ചു കാണും. ഞാൻ നോക്കിയപ്പോഴുണ്ട് മാഡം, ഷർട്ടിൻ്റെ ബട്ടൺസുകൾ താളം തെറ്റിക്കിടക്കുകയാണ്. താഴത്തെ ബട്ടൺസ് മേളിൽ, മേളത്തെ ബട്ടൺസ് താഴെയൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നു. അതിൽ കൂടി അവൻ്റെ ശരീരം പോലും കാണാം എന്നുള്ള രീതിയിലാണ്. അതിലാണ് എൻ്റെ ശ്രദ്ധ അടുത്തത് പോയത്. ഞാൻ ചോദിച്ചു, ഇതെന്താടാ? നീ പാർട്ടിക്ക് പോയി, ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു.
ഷർട്ട് ഇങ്ങനെ അലങ്കോലമാകേണ്ട കാര്യം എന്താണ്? സത്യം പറഞ്ഞു, നീ പോയത് എന്ത് പാർട്ടിക്കാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് വെറും മദ്യം മാത്രമല്ല മറ്റു പലതും എൻ്റെ കൂട്ടത്തിൽ കാണും. എടാ, നിൻ്റെ IT ഫീൽഡ് ഇതൊന്നും നീ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കണ്ട. എൻ്റെ മോള് പെട്ടിരിക്കുന്നത് വലിയൊരവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പം ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട. എൻ്റെ മോളെ കൊണ്ട് ഞാൻ വീട്ടിൽ പോവുകയാണ്. അവളുടെ ബാപ്പയോട് വന്നു കഴിയുമ്പോഴേക്കും ഞാൻ വിശദവിവരം പറഞ്ഞോളാം. ഞങ്ങൾക്ക് ഈ ബന്ധം ഒഴിഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് വശപ്പിശക് അപ്പം തന്നെ കണ്ണിൽ പെട്ടല്ലോ മാഡം. അപ്പോഴേക്കും അവൻ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉമ്മ ബഹളം ഉണ്ടാക്കരുത്. ഇതിന് പിന്നിലുള്ള കാരണങ്ങളൊക്കെ നമുക്ക് പിന്നീട് തനിയെ സംസാരിക്കാം. അവൾ കേൾക്കട്ടെടാ, കേൾക്കണം. ഭാര്യയാണ് ഇതൊക്കെ ആദ്യം കേൾക്കേണ്ടത്. അവൾ അറിയട്ടെ, എങ്കിലേ അവളെയും കൊണ്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് വളരെ കെഞ്ചി, നമുക്കിത് നാളെ സംസാരിക്കാം. നമ്മൾ രണ്ടുപേരും മാത്രം, അവൾ അറിയരുത് പ്ലീസ്. ഇതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം എന്നോട് പറയാൻ ഇല്ലുമ്മ, ഞാൻ നാളെ പറയാം. നാളെ നമുക്ക് സംസാരിക്കാം. രാവിലെ ഉമ്മയും ഞാനും കൂടെ തനിച്ചിരുന്ന് സംസാരിക്കാം. അവളെ നമുക്ക് എങ്ങോടെങ്കിലും ഒന്ന് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞു. ഞാൻ തൽക്കാലം അടങ്ങി. എന്താണെന്ന് കേൾക്കണമല്ലോ രഹസ്യം. അപ്പോൾ പിന്നെ ഞാൻ കയറകത്ത് എന്നൊക്കെ പറഞ്ഞ് അവനോട് രണ്ടൊച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പോഴേക്കും മകൾ ഇറങ്ങി വന്നു. ഞാൻ വിളിച്ചതിനിടയ്ക്ക് അപ്പോൾ അവിടെ മുന്നോച്ചിട്ട് ഞാൻ പറഞ്ഞു, അടങ്ങി ഒതുങ്ങി നടക്കുന്നത് എനിക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകളെ വിളിച്ചോണ്ട് വീട്ടിൽ പോകുന്നു. അവൻ തലയാട്ടി. ഇനി അങ്ങനെ ഉണ്ടാകില്ലുമ്മ, ഞങ്ങളുടെ പ്രൊഫഷൻ്റെ പ്രത്യേകതയാണെന്ന് പറഞ്ഞു. നല്ല കാര്യം. എന്തായാലും എൻ്റെ മകളോട് അവന് സ്നേഹക്കുറവൊന്നുമില്ല. അവൾ വിളിച്ചോണ്ട് പോയി. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്നു. ഇന്ന് അവൻ ഡ്യൂട്ടിക്ക് പോകുന്നില്ല. ഞങ്ങൾക്ക് കുറേ സംസാരിക്കണമല്ലോ. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവനോട് ചോദിച്ചു, അല്ലുമ്മ, ഉമ്മ പറഞ്ഞല്ലോ ആയുർവേദ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പോകണമെന്ന്. ഉമ്മ വാ, ഞാൻ കൊണ്ടുപോകാമെന്ന്. അപ്പോഴേക്കും മോള് പറഞ്ഞു, ഞാനും കൂടെ വരാമെന്ന്. ഇല്ലടി, ഞങ്ങൾ പോയി കാണിച്ചിട്ട് പെട്ടെന്ന് വരാം. ദേ, ഇവിടെ അടുത്തല്ലേ ക്ലിനിക്ക്, നീ ഇവിടെ ഇരിക്ക്. തിരിച്ചു വന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടെ കറങ്ങാൻ പോകാം. ചിലപ്പോൾ അവിടെ നല്ല തിരക്കായിരിക്കും, ബോറടിക്കെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മോൾക്ക്, അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇരിക്കാൻ താല്പര്യമില്ലാത്തതെന്ന് പറഞ്ഞു. ശരിയെന്ന്. അങ്ങനെ ഞാനും എൻ്റെ മരുമകനും കൂടി കാറിൽ കയറി ടൗണിലൊന്ന് കറങ്ങാൻ തീരുമാനിച്ചു. എന്തെങ്കിലും ഒരു ആയുർവേദ മരുന്നോ കഫ് സിറപ്പോ വല്ല വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പോയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, യഥാർത്ഥ കാര്യം ഞാൻ പറയാം. എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിൽ ഏറ്റവും സ്മാർട്ടായ ആൾ ഞാനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. വിവാഹത്തിന് മുമ്പ് തന്നെ അവിടെ വിവാഹം കഴിഞ്ഞ പല സ്ത്രീകളുമുണ്ട്. അതിൽ 3-4 പേരുണ്ട്. അവർക്ക് എന്നോട് അതിര് കവിഞ്ഞ അടുപ്പമുണ്ട്. അവരുടെ ഹസ്ബൻഡുമാരൊക്കെ ഇവിടങ്ങല്ലമ്മ, ദൂരെയാണ്. അവർ തനിച്ചൊക്കെയാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ആ സമയത്ത് എന്നെ പലതവണ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അവരുടെ ആതിഥ്യം സ്വീകരിച്ച് ഞാൻ പോകുകയും ചെയ്തിട്ടുണ്ട്. ഇണപിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നെ പലപ്പോഴും അവർ നിർബന്ധിക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് എനിക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വിവാഹം കഴിഞ്ഞിട്ടും എനിക്ക് നിർത്താൻ പറ്റിയിട്ടില്ല. വിവാഹത്തിന് മുമ്പേ ഞാൻ അവരോട് പറഞ്ഞതാണ്, ഇത് കഴിഞ്ഞിട്ട് എൻ്റെ സമീപം പ്രതീക്ഷിക്കേണ്ടതാണെന്ന്. പക്ഷേ അവർ അത് കഴിഞ്ഞിട്ടും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കവിടെ ചെല്ലാതിരിക്കാൻ പറ്റില്ല. കാര്യം, ഈ 4 പേരുമായിട്ടും എനിക്ക് പല രീതിയിലുള്ള വ്യവഹാരങ്ങളുണ്ട്, പല രീതിയിലുള്ള മാനസികമായ ബന്ധങ്ങളുമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അവരെ എനിക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല. ഞാനത് കേട്ട് മൂക്കത്ത് വിരൽ വെച്ചു. എടാ, 4 പെണ്ണുങ്ങളുമായിട്ട് നിനക്ക് ഇത്രയും അടുപ്പമുണ്ടായിരുന്നെങ്കിൽ നീ എന്തിനു കല്യാണം കഴിച്ചത്? അത് പിന്നുമ്മ, മനുഷ്യനല്ലേ, ഭാര്യയൊക്കെ വേണ്ടേ? അവർക്കെല്ലാം കുടുംബവും കുട്ടികളും ഭർത്താക്കന്മാരും ഒക്കെ ഉള്ളതാണ്. എന്നാലും എൻ്റെ മോനെ 4 പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കടന്ന കൈയല്ലേ ഉമ്മ? സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മോഹങ്ങളൊന്നും എനിക്കുണ്ടായിട്ടേ ഇല്ല. അവരെല്ലാം ഇങ്ങോട്ട് വരികയായിരുന്നു. സൗഹൃദമായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും അവർ പറഞ്ഞതൊക്കെ അനുസരിച്ചു. എന്നെ വലിയ കാര്യമാണ്. എൻ്റെ കയ്യിൽ നിന്ന് പണം പോകുന്നൊരിടപാടുമല്ല. ഇങ്ങോട്ട് വേണമെങ്കിൽ എന്തും കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങ് വീണു പോയതാണ്. ഇതിപ്പോൾ കൊള്ളാം, 17-18 വയസ്സായ പെൺകുട്ടികൾ പറഞ്ഞ പോലെ അവൻ എനിക്ക് വിവാഹ വാഗ്ദാനം തന്നു, എന്നിട്ടാണ് എന്നെ പേടിപ്പിച്ചത് എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ ഉമ്മ. ഞാൻ സത്യം പറഞ്ഞത്, ഞാൻ ജോലി ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ അവരെല്ലാം എന്നോട് ഇങ്ങോട്ട് വന്ന് സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. അയ്യോ, എന്തൊരു പാവം. സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ഓടി അവർ ഫ്ലാറ്റിലെല്ലാം അങ്ങ് പോയി. എടാ, ഈ വിധിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ബാപ്പയില്ലാത്ത സമയത്ത് ഉമ്മ ആരെങ്കിലും വിളിക്കുമായിരുന്നോ? ഞാനാണെങ്കിൽ ഒറ്റ അടി വെച്ച് കൊടുത്തു. ഓടുന്ന കാറല്ലേ,
ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുട്ടിന് മേലെ കൊള്ളുമായിരുന്നു. പക്ഷേ ഇത്തിരിയൊന്ന് തെറ്റി എവിടെയോ ഒരു ഗിയറിൽ മുട്ടിയതുപോലെ എനിക്കും തോന്നി, അവനും തോന്നി. അവനാണെങ്കിൽ പെട്ടെന്നൊന്ന് കുലുങ്ങി, ഞാനാണെങ്കിൽ അബദ്ധം സംഭവിച്ചതുപോലെ കൈ ഇങ്ങി വലിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് ഗുരുതരമായ കാര്യങ്ങൾ ഞാൻ അവനോട് ഉപദേശിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് മാഡം എനിക്ക് ഈ അബദ്ധം പറ്റിയത്. ഇനി എന്ത് പറയണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കാര്യം ഞാനും എവിടെ സ്റ്റക്കായി. അവനൊന്നും മിണ്ടിയില്ല. കാറിങ്ങനെ ടൗണിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. റൂട്ടെല്ലാം അവൻ അറിയാമല്ലോ, അതുകൊണ്ട് ഓടിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാനപ്പോൾ അവാർഡ് പടത്തിലെ നായികയെ പോലെ ആയിപ്പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഉമ്മയ്ക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്ന്. ഞാൻ ചോദിച്ചു, എനിക്കൊരു കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഞാൻ പതിവ്രതാരത്നമായി അവനോട് അടുത്ത വാഗ്വാദത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഉമ്മ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലൊക്കെ തന്നെ അവളുമാരാണെങ്കിലും എന്നോട് അടുത്ത് വന്നിരുന്ന് മുട്ടിയുരുമും. പിന്നെ ഇങ്ങനെയൊക്കെ ക്ലോസായി ഇടപെട്ട് കഴിഞ്ഞാൽ ഏതൊരാണിനാണെങ്കിലും പ്രകമ്പനങ്ങൾ ഉണ്ടാകില്ലേ അമ്മേ? അത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധമാണ്, നീ അത് കൂടുതൽ എക്സാജറേറ്റ് ചെയ്യേണ്ട. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മയ്ക്ക് സംഭവിച്ചത് അബദ്ധം, അവർക്ക് സംഭവിച്ചത് അബദ്ധമല്ല. അവർ എന്നെ മനഃപൂർവ്വം അവരുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്നോട് അങ്ങനെ പെരുമാറിയതാണ്. അതിന് ഞാൻ വീണുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും വിശ്വസിക്കില്ല. നല്ല സ്ത്രീകളൊന്നും ഇങ്ങനെ ആണുങ്ങളോട് ആവശ്യമില്ലാത്ത രീതിയിൽ പെരുമാറുകയില്ല. ഇങ്ങനെ കടന്നു കയറുന്ന സ്വഭാവം പുരുഷന്മാർക്കാണുള്ളത്. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന പെണ്ണുങ്ങളുടെ അനുഭവം നീ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ വാദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞത് പുരുഷന്മാരാണ് കുഴപ്പക്കാർ, സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള യാതൊരു കുഴപ്പമില്ല. സ്ത്രീകൾ പുരുഷന്മാരുടെ അടുത്തേക്ക് ചെല്ലില്ല. ചെല്ലുമായിരിക്കും, എന്നാലും അവർ ഇങ്ങനെയൊക്കെ പ്രത്യേക കാര്യങ്ങളിലേക്കൊന്നും കടക്കില്ല. ആര് പറഞ്ഞ് കടക്കില്ലെന്ന് എനിക്ക് ചെറുപ്പം മുതലുള്ള അനുഭവമാണ്. സത്യം പറടാ, നിനക്ക് 4 ആണോ 40 ആണോ? ഉമ്മ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് കേൾക്ക്. ചെറുപ്പം മുതലേ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കാം, സൗന്ദര്യമുള്ളത് കൊണ്ട് ആളുകൾ ഇങ്ങോട്ട് വരികയായിരുന്നു, അല്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. എല്ലാ സ്ത്രീകളെയല്ല ഞാൻ കുറ്റം പറഞ്ഞത്. എന്ന് വെച്ച് പുരുഷന്മാരോട് അങ്ങോട്ട് കടന്നു കയറി പെരുമാറുന്ന സ്ത്രീകളില്ലെന്ന് ഉമ്മ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഭവങ്ങളും ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് സ്പെഷ്യലായിട്ട് ഒരു എഫേർട്ട് ഇടേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതിൽ എന്തോ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നാലും ഒരു പുരുഷൻ എങ്ങനെയാണ് ഇങ്ങനെ കുടുംബമുണ്ടായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്നത്, അതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഉമ്മ ഈ ഒരു പാറ്റേണിൽ ചെന്ന് വിട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഇത്തിരി പ്രയാസമാണ്. കാര്യം അവരോടൊക്കെ നമുക്ക് ഒത്തിരി അടുപ്പമല്ലേ. ഇതിൻ്റെ ഒരു രസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വിട്ടുപോരാൻ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പാർട്ടികളും അവരുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നതും ഒക്കെ കുറയ്ക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വൈഫിൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്മോളൊക്കെ അടിക്കുന്നത് എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ നീ അടുത്ത കാലത്തെങ്ങും ഇത് നിർത്തില്ലെന്നർത്ഥം. എൻ്റെ മോള് വഴിയാധാരമാകും. അല്ലുമ്മ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. പറ്റില്ലടാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടി നടന്നു കഴിഞ്ഞാൽ എപ്പോഴും ഊഞ്ഞാലാടാൻ തോന്നും. അത് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്, അഹങ്കാരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, ഇപ്പോൾ ഉമ്മ അറിയാതെ ഒരു പ്രവൃത്തി ചെയ്തില്ലേ, അത് നീ വലിയ കാര്യമായിട്ട് പറയണ്ട. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ എനിക്കങ്ങ് ഓക്കെയാണ് ഉമ്മ. കാര്യം എനിക്ക് ചെറിയൊരു സ്റ്റിമുലേഷൻ മതി ഉമ്മ, ഓവറായിട്ടങ്ങ് പ്രതികരിക്കാൻ. എടാ നിന്നെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. നിന്നെ ഉപദേശിച്ചിട്ട് യാതൊരു കാര്യമില്ല. നീ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും കാണിക്ക്. പിന്നെ എൻ്റെ മോളോട് ഞാൻ പറയും എൻ്റെ കൂടെ വരാൻ. അവൾ നിന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവളുടെ ഭാഗ്യം, അല്ല അവൾ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ദൗർഭാഗ്യം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, ഉമ്മ കുറച്ചൊന്ന് ചിന്തിക്കൂ. എനിക്ക് പെട്ടെന്ന് ഒന്നും നിർത്താൻ പറ്റില്ല. എനിക്ക് ഒരു കമ്പനിയെങ്കിലും വേറെ വേണം. അതുകൊണ്ടാണ്. നിനക്കുള്ള കമ്പനി പോരെ? ആ കമ്പനിയല്ലോ ഉമ്മ ഉദ്ദേശിച്ചത്. ഞാൻ ഈ കമ്പനിയാണ്. ഇപ്പോൾ ഉമ്മ തന്നെ എനിക്ക് ഒരു സ്പാർക്ക് ഇട്ട് തന്നു. ഞാൻ ആ 4 പേരെയും മറക്കാം. പക്ഷേ ഉമ്മ എന്നെ മറക്കാമെന്ന് സഹായിക്കണം. എന്താണ് നീ ഉദ്ദേശിച്ചത്? ഉമ്മ അവരൊക്കെ ഉമ്മയെപ്പോലിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എങ്കിലും ഉമ്മയ്ക്കാണ് സൗന്ദര്യം കൂടുതൽ. ഉമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ അവരോട് 4 പേരോടുമുള്ള സ്പാർക്കെല്ലാം എനിക്കങ്ങ് പോകും. ആ സ്പാർക്ക് ഞാൻ ഇവിടേക്ക് ഊതി ഊതി കത്തിക്കാം. അത് കൊള്ളാം. ഉപദേശിക്കാൻ വന്ന എന്നെ വളയ്ക്കാൻ നോക്കുന്ന നീ ബഹുമിടുക്കം തന്നെ. അപ്പോൾ നിനക്ക് എന്നോടുള്ളിൽ താല്പര്യമുണ്ട്. അപ്പോൾ അവനോട് പറയുകയാണ്, പിന്നെ ഉമ്മയുടെ ഉള്ളിൽ താല്പര്യം ഇല്ലാതിരിക്കുമോ?
ഉമ്മ ഒരു സുന്ദരിയല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയുടെ സൗന്ദര്യത്തിൻ്റെ പാതി പോലുമില്ല ഉമ്മയുടെ മോൾക്ക്. ഞാനെല്ലാം നിർത്താം, 4 ബന്ധങ്ങൾ ഉപേക്ഷിക്കാം, പക്ഷേ ഉമ്മ എന്നെ പതുക്കെ പതുക്കെ സഹായിക്കണം. എടാ, നീയും എന്നെ പിടിച്ച് വലിയ കുഴിയിലിടാൻ നോക്കുകയാണോ? അപ്പോൾ അവൻ പറഞ്ഞു, കുഴിയിൽ ചാടാനുള്ള മോഹം കൊണ്ടല്ലേ പറയുന്നത്. പ്ലീസ് ഉമ്മ, എന്നെ ഒന്ന് രക്ഷിച്ചെടുക്കൂ. ഉമ്മ വിചാരിച്ചാൽ നടക്കുമെന്ന്. അത് കൊള്ളാം, ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണെന്ന് പറഞ്ഞു ലാലിനോടായത്. എനിക്കിതൊന്നും പറ്റില്ല. ആവശ്യമില്ലാത്തൊരു കാര്യങ്ങൾ പറയാതെ പെട്ടെന്ന് ഇതെല്ലാം നിർത്തി നീ എൻ്റെ മോളെ നന്നായി നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പറ്റില്ല ഉമ്മ, പ്ലീസ്, അത് ഞാൻ നിർത്താം, പക്ഷേ ഇവിടെ തുടങ്ങണം. ഒരു 6 മാസം ഉമ്മ എന്നെ ഇടവിട്ടിടവിട്ട് ഒന്ന് സഹായിക്കണം. ഒരു കൗൺസിലിംഗ് ആണെന്ന് കരുതിയാൽ മതി. ഇതാണോടാ കൗൺസിലിംഗ്? ഉമ്മയെക്കൊണ്ട് പറ്റും, പ്ലീസ്. എന്നെ നന്നാകാൻ ഉമ്മയൊന്ന് അനുവദിക്കൂ. ഒന്ന് പോടാ. പുറത്ത് 4 ഭാര്യയുണ്ട്, ഇപ്പോൾ 5 6ാമത് ഞാൻ. അങ്ങനെയാണ് നീ ഉദ്ദേശിച്ചത്? ഉമ്മ, ആ 4 ബന്ധങ്ങളുള്ളവർ വിളിക്കുമ്പോഴും ഉമ്മയങ്ങ് അവർക്ക് മറുപടി കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു പാറ്റേണിൽ എനിക്ക് പുറത്തുനിന്നൊരാളുടെ സഹായം ആവശ്യമാണ്. ഉമ്മ അത് ഏറ്റെടുക്കൂ പ്ലീസ്. 6 മാസം കൊണ്ട് ഞാൻ എല്ലാം ശരിയാക്കിയെടുക്കാം. ഉമ്മയുടെ ഒരു കൗൺസിലിംഗ് സഹായം എനിക്ക് വേണം എന്ന് പറഞ്ഞ് അവൻ കെഞ്ചി. അപ്പം ഞാൻ പറഞ്ഞു, ആ ശരി, ഞാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഉമ്മ ഉള്ള ദിവസങ്ങളിൽ ഞാൻ അവിടേക്ക് വരാം. താമസിച്ച് വന്നാൽ മതിയല്ലോ എൻ്റെ ഭാര്യയുടെ അടുത്തേക്കും. എടാ, ഇതൊക്കെ ശരിയാകുമോ? എല്ലാം ശരിയാകും, ഒരു 6 മാസത്തെ മാത്രം മതി, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഒരു ദുർബല നിമിഷത്തിൽ അവനോട് ഞാൻ എന്തൊക്കെയോ തെറ്റ് കാണിച്ച പോലെ എനിക്കിങ്ങ് തോന്നി. അറിയാതെ കൈ സ്ലിപ്പായി പോയതാണെങ്കിലും അവൻ ഞാനൊരു പ്രതീക്ഷ കൊടുത്ത പോലെ എനിക്ക് തോന്നി. മകളുടെ കാര്യങ്ങൾ ഞാൻ ശരിയാക്കിയെടുക്കും. 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോഴേക്കും അതെല്ലാം ഉപേക്ഷിച്ച് അവൻ എൻ്റെ മകളുമായി നന്നായി പോകുമെന്ന് ഞാൻ വിചാരിച്ചു മാഡം. അങ്ങനെ അവനൊരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവനെക്കുറിച്ച് ഉപദേശിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവനോട് പറയാം, ഉപദേശമല്ല എനിക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ വന്നത് വെറുതെ കാണാനല്ല, പൂന്നുള്ളാനുമല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും പറയാനില്ലായിരുന്നു, പറയേണ്ട കാര്യമില്ല. കാര്യം അവൻ പണ്ട് തൊട്ടേ പ്രശസ്തനാണ്, പ്രഗത്ഭനാണ്, പ്രണയലോലുപനാണ്. ആ ചില്ലകളിൽ ഊയലിട്ടപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. എക്കാലത്തും പുതുമയെ സ്വാഗതം ചെയ്യേണ്ടതല്ലേ നമ്മുടെ കടമ. ആ കടമയിൽ ഞാൻ അലിഞ്ഞുപോയി, ഇടയ്ക്ക് ചുറ്റിത്തിരിഞ്ഞുപോയി. അപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, കിട്ടിയ ഭാഗ്യം ഏതെങ്കിലും സ്ത്രീകൾ കൈവിടുമോ? ആ 4 പെണ്ണുങ്ങളെയോ 40,000 പെണ്ണുങ്ങളെയോ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഒരു കണക്കിന് നോക്കുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും നിർത്തിയാൽ നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. അവനിപ്പോൾ അനുസരണയുള്ള ആട്ടിൻകുട്ടിയാണ്. എൻ്റെ മകളെ അവനിപ്പോൾ നന്നായി നോക്കുന്നുണ്ട്. രാത്രി 9 മണി കഴിഞ്ഞ് എങ്ങും പോകാറില്ല. പക്ഷേ എൻ്റെ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇത്തിരി ലേറ്റ് ആകുകയുള്ളൂ, അതും ബാപ്പയുടെ ഇല്ലാത്ത സമയത്ത്. എന്തായാലും കാര്യങ്ങൾ സ്മൂത്തായി പോകുന്നുണ്ട്. പക്ഷേ 6 മാസം കൊണ്ട് ഈ കരാർ അവസാനിപ്പിക്കാൻ പറ്റില്ല. 100 വർഷമാക്കിയാലോ എന്നുള്ള മോഹമാണ് എൻ്റെ ഉള്ളിൽ. ഉപദേശിക്കാൻ ചെന്ന ഞാൻ പെട്ടുപോയി മാഡം. ആരും പെട്ടുപോകുന്ന ഒരു മായാജാലമാണല്ലോ പ്രണയബന്ധങ്ങൾ. മാഡത്തിനത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? എനിക്കിത് കേട്ടിട്ട് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുമകനെ കുറ്റം പറഞ്ഞ് നിങ്ങൾ തന്നെ ആ കുഴിയിൽ വീണു. കാരണം മരുമകൻ അവസരം വന്നു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ സ്വഭാവം അങ്ങനെയായി. നിങ്ങൾക്കും അവസരം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ നല്ലവളായിട്ട് കരുതി അല്ലെങ്കിൽ ഭാവിച്ച് നടന്നു. അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളും അയാളുടെ തത്തുല്യമായി മാറി. അപ്പം അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണോ മനുഷ്യർ നല്ലവരായിട്ട് തുടരുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അവസരങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് മാറി എൻ്റെ കുടുംബം വേണം, എൻ്റെ പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ ഭയങ്കരമായി ഉപദേശിക്കുന്നു, നല്ല വാക്കുകൾ പറയുന്നു, സദാചാരം പറയുന്നു. പക്ഷേ ഞാൻ തന്നെ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. പെട്ടെന്ന് തന്നെ ഒരാളുടെ ഒരു വാക്കിൽ ഞാൻ വീണു പോകും, ഒരു സാഹചര്യത്തിൽ ഞാൻ വീണു പോകുമെങ്കിൽ പിന്നെ ഞാൻ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിന് അവിടെ എന്താ വില? അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വത്തിന് വില ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ തന്നെ ഈ കാര്യത്തിൽ ഒരു വില നിങ്ങൾക്കിടുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുക്കുക. കാര്യം നിങ്ങൾ ഭർത്താവും തമ്മിൽ നല്ല ടേംസിലാണ്, നിങ്ങൾക്ക് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളില്ല, ഒരു കുഴപ്പമില്ലാത്ത നിങ്ങൾ പെട്ടെന്ന് തന്നെ ദുർബലയാകുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമല്ലേ? മരുമകൻ അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ കണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ശ്രദ്ധിക്കുക, എല്ലാവരും കൂടി ദുർബലമായി പോകുന്ന ഒരു ജീവിതമാണെന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മാനേജ് ചെയ്യുക.